ഹൈദരാബാദിൽ CPI നേതാവ് ചന്തു റാത്തോഡ് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. രാവിലെ 7:30-ഓടെ നഗരത്തിലെ മലക്പേട്ടിൽ പാർക്കിൽ പ്രഭാത നടത്തത്തിനിറങ്ങിയപ്പോഴാണ് വെടിവെപ്പുണ്ടായത്. കൊലപാതകത്തിന് ഭൂമി തർക്കവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ അറിയിക്കുന്നു. ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ഇതിപ്പോൾ ഭൂമി തർക്കം എന്നതാണ് പോലീസിന്റെ ഒരു ഭാഷ്യം. പക്ഷേ രാഷ്ട്രീയ കൊലപാതകം എന്ന സൂചനയാണല്ലോ ബന്ധുക്കൾ നൽകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ അന്വേഷണത്തിൽ? തീർച്ചയായും ഏതാണ്ട് രാഷ്ട്രീയ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന സൂചനയാണ് നൽകുന്നത്. കാരണം ഇദ്ദേഹം CPIയുടെ ഹൈദരാബാദ് നഗരത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ്. നഗരഹൃദയത്തിൽ തന്നെയാണ് ഈ കൊലപാതകം ഉണ്ടായിട്ടുള്ളത്. മലക്പേട്ട് എന്ന് പറയുന്നത് ഹൈദരാബാദ് നഗരത്തിലെ ഹൃദയഭാഗം തന്നെയാണ്. അവിടെ രാവിലെ പ്രഭാത സവാരിക്ക് മകളോടും ഭാര്യയോടും ഒപ്പം നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത്. 4-5 പേര് വരുന്ന സംഘം സ്വിഫ്റ്റ് കാറിലെത്തി വെടിവെച്ച് 4-5 റൗണ്ട് വെടിവെച്ച ശേഷം അവർ വേഗം രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇതൊരു കഴിഞ്ഞ കുറേ നാളുകളായി ഇദ്ദേഹം ചന്തു റാത്തോഡ് എന്ന് പറയുന്നത് ആന്ധ്ര തെലങ്കാന അതിർത്തിയിലെ 2 സംസ്ഥാനങ്ങൾക്ക് അതിർത്തിയിലെ നാഗർ കർണൂൽ എന്ന് പറയുന്ന ജില്ലയിൽ നിന്നുള്ള നേതാവാണ്. CPIയുടെ നേതാവാണ്. അദ്ദേഹം നിരവധി ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെട്ടിരുന്നു. അവിടെ CPI MLുമായി 2 പാർട്ടികളും നമുക്കറിയാം. ഇവിടെ കേരളത്തിൽ CPI ML അത്ര സജീവമല്ല. പക്ഷേ ആന്ധ്ര തെലങ്കാന ഛത്തീസ്ഗഡ് ഒഡീഷ മേഖലയിലൊക്കെ CPI ML വളരെ സജീവമാണ്. CPI MLന്റെ നേതാക്കളുമായി നിരന്തരം ഭൂമി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങളുണ്ടായിരുന്നു. ആ തർക്കങ്ങളുടെ ഫലമാണ് അല്ലെങ്കിൽ അതിലുള്ള വൈരാഗ്യമാണ് ചന്തു റാത്തോഡിനെ വെടിവെച്ച് കൊല്ലാൻ കാരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ന് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തി നിമിഷങ്ങൾക്കകം പോലീസിനോട് പറയുന്നത്. അതുതന്നെയാണ് കാരണമെന്ന് പറയുന്നു. CPI ML നേതാക്കളുടെ പേരുകളടക്കം ഭാര്യ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. നേർക്കുനേർ ഏറ്റുമുട്ടൽ മുൻപും ഉണ്ടായിട്ടുണ്ട്. വധഭീഷണി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ചന്തു റാത്തോഡിനെ കൊലപ്പെടുത്തുമെന്ന് CPI ML നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ എന്തായാലും ഹൈദരാബാദ് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു CPI നേതാവ് ഇന്ന് രാവിലെ 7:30 നഗരത്തിൽ നടുക്കിയൊരു കൊലപാതകത്തിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന വിവരമാണ്. ഭൂമി തർക്കം തന്നെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളുടെ വൈരാഗ്യമാണ് കാരണം എന്നാണ് ഇപ്പോൾ പോലീസിന് ഭാര്യ നൽകിയിട്ടുള്ള മൊഴി. ഭാര്യയുടെയും മകളുടെയും കൺമുന്നിലാണ് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തത് ബിനിൽ.